സ്റ്റുഡൻസ്, രണ്ടാം വർഷ ഹയർ സെക്കൻഡറി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സേ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുകയാണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ആദ്യ ഭാഗത്ത് നമ്മൾ C++ എന്നുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പ്രതിപാദിക്കുന്നത്. C++ എന്നുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ ഫങ്ഷൻസ് എന്നുള്ള ഭാഗത്തു നിന്നും വരുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. ഫങ്ഷൻസ് എന്നുള്ള ചാപ്റ്ററിലെ ഒരുപാട് ചോദ്യങ്ങളുണ്ടെങ്കിലും ചില ചോദ്യങ്ങൾ ആവർത്തിച്ച് വരുന്നതായി നമുക്ക് കാണാം. കഴിഞ്ഞ വർഷങ്ങളിൽ പല ചോദ്യങ്ങളും ആവർത്തിച്ച് വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഈ ചോദ്യങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാം. നെയിം ദ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ വിച്ച് റിട്ടേൺസ് ദ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് എൻ ഇൻറ്റിജർ. അതായത് ഒരു ഇൻറ്റിജറിൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ കാണാനുള്ള മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ഏതാണ്? ആൻസർ ABS. Second question. The process of breaking the large program into sub-programs is called. വലിയ പ്രോഗ്രാമുകളെ ചെറിയ ചെറിയ സബ് പ്രോഗ്രാമുകളാക്കി മാറ്റുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്നത് മോഡുലാരിറ്റി ഓർ മോഡുലറൈസേഷൻ. നമുക്ക് ആൻസറായിട്ട് മോഡുലാരിറ്റി എന്നും എഴുതാം, മോഡുലറൈസേഷൻ എന്നും എഴുതാം. Okay, then what are the difference in string handling using cin and getters? C++ൽ cin എന്നുള്ള ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നതും getters എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നാണ് ചോദ്യം. സോ cin cannot read white spaces. അതായത് cin എന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നാണുള്ളതെങ്കിൽ അതിൽ കമ്പ്യൂട്ടർ എന്ന് കഴിഞ്ഞ് വരുന്ന വൈറ്റ് സ്പേസ് റീഡ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ എന്ന് മാത്രമേ ഉണ്ടാവൂ, ആപ്ലിക്കേഷൻ എന്ന് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അതേസമയം ഗെറ്റസ് എന്നുള്ളത് ക്യാൻ റീഡ് വൈറ്റ് സ്പേസ് ഓൾസോ. ദെൻ cin എന്നുള്ളത് ഒരു ഓപ്പറേറ്ററാണ്, ഗെറ്റസ് എന്നുള്ളത് ഒരു ഫങ്ഷനാണ്. ഇത്രയുമാണ് cin ആൻഡ് ഗെറ്റസ് വ്യത്യാസം. ദെൻ ഡിഫൈൻ മോഡുലാർ പ്രോഗ്രാമിംഗ്. എന്താണ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് ഡിഫൈൻ ചെയ്യുക. കൂടാതെ ബി പാർട്ട് explain the merits of modular programming. മോഡുലാർ പ്രോഗ്രാമിംഗ് എന്താണ് ഡിഫൈൻ ചെയ്യുക. എ പാർട്ട് ഇതിൻ്റെ ഡെഫിനിഷനാണ്. നോക്കുക നിങ്ങൾ എന്താണ് ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതായത് വളരെ വലിയ പ്രോഗ്രാമുകളെ ചെറിയ ചെറിയ സബ് മൊഡ്യൂൾസായി ഡിവൈഡ് ചെയ്തുകൊണ്ടുള്ള പ്രോഗ്രാമിംഗ് മെത്തേഡിനെയാണ് മോഡുലറൈസേഷൻ അല്ലെങ്കിൽ മോഡുലാർ പ്രോഗ്രാമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലെ ഓരോ ചെറിയ ചെറിയ സബ് പ്രോഗ്രാമുകളെയും മോഡ്യൂൾസ്, സബ് മോഡ്യൂൾസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി അതിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കുക. മെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ്. മെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിങ്ങിൽ 4 പോയിന്റുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, റെഡ്യൂസ് സൈസ് ഓഫ് ദ പ്രോഗ്രാം. പ്രോഗ്രാമിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു. ദെൻ ലെസ് ചാൻസ് ഓഫ് എറർ ഒക്കറൻസ്. എറർ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. റെഡ്യൂസസ് ദ പ്രോഗ്രാമിംഗ് കോംപ്ലക്സിറ്റി. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോഗ്രാമുകളെയാണ് സിമ്പിളാക്കി മാറ്റുന്നത്, ചെറിയ ചെറിയ സബ് മോഡ്യൂൾസ് ആക്കി മാറ്റുന്നത്. സോ റെഡ്യൂസസ് ദ പ്രോഗ്രാം കോംപ്ലക്സിറ്റി. ഐഡൻറ്റിഫൈ ദ ബിൽറ്റ് ഇൻ C++ ഫങ്ഷൻസ് ഫോർ ദ ഫോളോയിങ് കേസസ്. ടു കൺവേർട്ട് -25 to 25. -25നെ 25 എന്ന് മാറ്റാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ABS എന്നുള്ള മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാണ്. ദെൻ കമ്പയർ കമ്പ്യൂട്ടർ ആൻഡ് കമ്പ്യൂട്ടർ. സ്മോൾ ലെറ്റർ കമ്പ്യൂട്ടർ അതുപോലെ ക്യാപിറ്റൽ ലെറ്റർ കമ്പ്യൂട്ടർ. അതിനെ നമ്മൾ കമ്പയർ ചെയ്യാൻ ഇഗ്നോറിങ് ദ കേസ് അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് strcmpi എന്നാണ്. ദെൻ വെദർ ദ ഗിവൺ ക്യാരക്ടർ ഈസ് ഡിജിറ്റ് ഓർ നോട്ട്. തന്നിരിക്കുന്ന ക്യാരക്ടർ ഡിജിറ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈസ് ഡിജിറ്റ് എന്നുള്ള ഫംഗ്ഷനാണ്. ഓക്കെ, ദെൻ ടു ചെക്ക് ദ ഗിവൺ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടു കൺവേർട്ട് ദ ക്യാരക്ടർ ഫ്രം B to B. അപ്പർ കേസിൽ നിന്ന് ലോവർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ടു ലോവർ എന്നുള്ള ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്. ടു ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 64. ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കാണാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ SQRT എന്നാണ്. ഓക്കെ, റൈറ്റ് ദ നെയിം ഓഫ് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഓഫ് C++ ടു കൺവേർട്ട് ദ ഗിവൺ ക്യാരക്ടർ ടു ലോവർ കേസ്. ഇപ്പോൾ നമ്മൾ കണ്ടത് തന്നെയാണ്. ഏതാണ് ലോവർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ബിൽറ്റ് ഇൻ ഫങ്ഷൻ? ദാറ്റ് ഈസ് ടു ലോവർ എന്നാണ്. നൗ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. റൈറ്റ് ദ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ. തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്താണെന്ന് എഴുതുക. ഒന്നാമത്തെ നോക്കുക, എ ഫംഗ്ഷൻ സം. സം എന്നാണ് ഫംഗ്ഷൻ നെയിം. ടേക്സ് 2 ഇൻറ്റിജർ ആർഗ്യുമെൻറ്റ്സ് ആൻഡ് റിട്ടേൺ ഇൻറ്റിജർ വാല്യൂ. 2 ഇൻറ്റിജർ ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യുന്നു, റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഇൻറ്റിജർ ആയിരിക്കും.
സോ ഇതാണ് അതിൻ്റെ ആൻസർ. എന്താണ് ആൻസർ? ഇൻറ്റ് സം ഇൻറ്റ് കൊമ ഇൻറ്റ്, അതായത് റിട്ടേൺ ടൈപ്പ് ഇൻറ്റീജർ ആണ്. നെയിം ഓഫ് ദ ഫംഗ്ഷൻ ഈസ് സം, ബ്രാക്കറ്റിൽ 2 ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്തിരിക്കുന്നു. ഏതൊക്കെയാണ്? ഇൻറ്റ്, ഇൻറ്റ്. ഓക്കെ, റെഡി. Now next, a function print has no arguments and no return value. ആർഗ്യുമെൻറ്റ്സ് ഒന്നും പാസ് ചെയ്യുന്നില്ല, റിട്ടേൺ വാല്യൂ ഒന്നുമില്ല. റിട്ടേൺ വാല്യൂ ഇല്ലാത്തത് കൊണ്ട് void, പേര് പ്രിൻ്റ് എന്നാണ്. പിന്നീട് ആർഗ്യുമെൻറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് ബ്രാക്കറ്റിനകത്ത് ബ്ലാങ്ക് ആണ്. ഓക്കെ, ഡിഫറൻഷിയേറ്റ് ആക്ച്വൽ ആൻഡ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്. എന്താണ് ആക്ച്വൽ ആർഗ്യുമെൻറ്റും ഫോർമൽ ആർഗ്യുമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം? ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് ആർ ദ ആർഗ്യുമെൻറ്റ്സ് ഇൻസൈഡ് ദ ഫംഗ്ഷൻ ഡെഫിനിഷൻ. നോക്കുക, ഫംഗ്ഷൻ ഡെഫിനിഷനകത്തുള്ള ആർഗ്യുമെൻറ്റ്സ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സും ഫംഗ്ഷൻ കോൾ സ്റ്റേറ്റ്മെൻറ്റിനകത്തുള്ള ആർഗ്യുമെൻറ്റ്സിനെ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സും ആയിട്ട് നമ്മൾ പറയുന്നു. ഓക്കെ, നെക്സ്റ്റ്, കൺസിഡർ ദ ഫോളോയിങ് C++ കോഡ്. ഈ ഒരു കോഡ്, 2 കോഡുകൾ ശ്രദ്ധിക്കുക. എയിൽ സീൻ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ബിയിൽ ഗെറ്റസ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആക്ച്വലി ഇത് സീനും ഗെറ്റസും തമ്മിലുള്ള നമ്മൾ നേരത്തെ കണ്ട ആൻസർ തന്നെയാണ്. സീൻ എന്നുള്ളതിൽ ന്യൂഡൽഹി എന്നുള്ളതിലെ ന്യൂ എന്ന് മാത്രമേ വരൂ. സ്പേസ് ഉള്ളതുകൊണ്ട് വൈറ്റ് സ്പേസ് അത് റീഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഔട്ട്പുട്ട് ന്യൂ എന്ന് മാത്രമേ ഉണ്ടാവൂ. ബി പാർട്ടിൽ ഗെറ്റസ് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് കൊണ്ട് ന്യൂഡൽഹി എന്ന് കംപ്ലീറ്റ് റീഡ് ചെയ്യുന്നു, വൈറ്റ് സ്പേസും റീഡ് ചെയ്തിരിക്കും. സോ ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിച്ചത് സീനും ഗെറ്റസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചെക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഇനി ഈ ഒരു ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ കടക്കുകയാണ്. കൺസിഡർ ദ ഫോളോയിങ് കൺസിഡർ ദ ഫോളോയിങ് ഫംഗ്ഷൻ ഡെഫിനിഷൻ ഇൻ C++. ഓക്കെ, ഈ ഒരു ഫംഗ്ഷൻ ഡെഫിനിഷൻ നോക്കുക. ഈ ഫംഗ്ഷനിനകത്തേക്ക് 3 ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്തിട്ടുണ്ട്, എ, ബി, സി. എയിലോട്ട് ഇനീഷ്യൽ വാല്യൂ കൊടുത്തിട്ടില്ല. ബി ആൻഡ് സി ആർ ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ്, അതായത് ആർഗ്യുമെൻറ്റ്സിന് ഡീഫോൾട്ട് വാല്യൂസ് സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഫംഗ്ഷനകത്ത് വെച്ച് സം എന്നുള്ള വേരിയബിളിലോട്ട് a+b+c കണ്ടെത്തി അത് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് എ പാർട്ടിൽ സം 1, 2, 3. എന്താണ് മീനിങ്? 1 എന്നുള്ള വാല്യൂ എയിലോട്ടും 2 എന്നുള്ള വാല്യൂ ബിയിലോട്ടും 3 എന്നുള്ള വാല്യൂ സിയിലോട്ടും നമ്മൾ പാസ് ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ബിയുടെയും സിയുടെയും ഇനീഷ്യൽ വാല്യൂസ് അവിടെ സെലക്ട് ചെയ്യുന്നില്ല, പകരം യൂസർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന വാല്യൂസ് ആണ് കൊടുക്കുക. 1 + 2 + 3, 1 + 2 + 3. എ പാർട്ടിൻ്റെ ആൻസർ 6 എന്നാണ്. അതുപോലെ 2, 3. ബി പാർട്ടിൽ 2 എന്നും 3 എന്നും കൊടുത്തു. എയുടെ വാല്യൂ 2 എന്നായിരിക്കും, ബിയുടെ വാല്യൂ 3 എന്നായിരിക്കും. സിയുടെ വാല്യൂ യൂസർ കൊടുക്കാത്തത് കൊണ്ട് ഇനീഷ്യൽ വാല്യൂ ആയ 20 എടുക്കും. സോ 2 + 3 + 20, അതാണ് ബി പാർട്ടിൻ്റെ ആൻസർ 25. ഓക്കെ, ഇനി മൂന്നാമത്തെ സി പാർട്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കുക. 3 എന്നുള്ള വാല്യൂ മാത്രമേ യൂസർ കൊടുത്തിട്ടുള്ളൂ, പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എയുടെ വാല്യൂ 3. വാട്ട് അബൌട്ട് ബി ആൻഡ് സി? ബിയുടെയും സിയുടെയും വാല്യൂസ് ഡീഫോൾട്ട് വാല്യൂസ് ആയ 10ഉം 20ഉം ആയിരിക്കും ആക്സെപ്റ്റ് ചെയ്യുക. സോ 3 + 10 + 20, അതായത് 3 + 10 + 20 33 എന്നാണ് ആൻസർ. സി പാർട്ടിൻ്റെ ഈ ഒരു സെക്ഷൻ്റെ ആൻസർ 33 എന്നാണ്. ഫൈൻഡ് ബിൽറ്റ്-ഇൻ ഫങ്ഷൻസ് ആൻഡ് ഗിവ് 2 എക്സാമ്പിൾസ്. ബിൽറ്റ്-ഇൻ ഫങ്ഷൻസ് എന്നുള്ള ഫംഗ്ഷന് മറ്റൊരു പേരുണ്ട് നമുക്ക്, അത് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്നാണ്. അപ്പോൾ ഒരുപക്ഷെ എക്സാമിന് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്താണ് ഡിഫൈൻ ചെയ്യാനും ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ എഴുതേണ്ടത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫംഗ്ഷൻസിനെയാണ്, കമ്പൈലർ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫംഗ്ഷൻസിനെയാണ് ബിൽറ്റ്-ഇൻ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് ബിൽറ്റ്-ഇൻ ഫംഗ്ഷൻസ് പഠിച്ചു, അതിൽ ഏതെങ്കിലും 2-3 ബിൽറ്റ്-ഇൻ ഫംഗ്ഷൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. സ്ട്രിംഗ് ഫംഗ്ഷൻസ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, നമ്മൾ ക്യാരക്ടർ ഫംഗ്ഷൻസ് ഉപയോഗിച്ചിട്ടുണ്ട്, മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ്, മാത്ത് ഫംഗ്ഷൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും എക്സാമ്പിൾസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ട 2 കമ്പാരിസൺസ് ആണ് എക്സാമിന് ഇവിടെ കാണുന്നത്. കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ് കമ്പാരിസണും അതുപോലെ ലോക്കൽ വേരിയബിൾസ്, ഗ്ലോബൽ വേരിയബിൾസ് കമ്പാരിസണും. ഈ 2 ചോദ്യങ്ങളും നിരവധി തവണ എക്സാമിന് ചോദിച്ചതാണ്. അതിലെ പോയിന്റുകൾ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഇതുപോലെ ടേബിൾ ഫോമിൽ തന്നെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എക്സാമിന് എഴുതാൻ സാധിക്കുന്നതാണ്. കോൾ ബൈ വാല്യൂവിൻ്റെ പ്രധാന പോയിന്റുകൾ ഓർത്ത് വെക്കുക. ഓർഡിനറി വേരിയബിൾസ്
ആണ് യൂസ് ചെയ്തിരിക്കുന്ന കോൾ ബൈ വാല്യൂ, അല്ലെങ്കിൽ റഫറൻസ് വേരിയബിൾസ് ആണ് കോൾ ബൈ റഫറൻസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആക്ച്വൽ പാരാമീറ്റേഴ്സിൽ കോൺസ്റ്റൻസ് ആണ് ഉപയോഗിക്കാം, വേരിയബിൾസ് ഉപയോഗിക്കാം, എക്സ്പ്രഷൻസ് ഉപയോഗിക്കാം. പക്ഷേ കോൾ ബൈ റഫറൻസിൽ വേരിയബിൾസ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. മറ്റ് കോൺസ്റ്റൻസോ എക്സ്പ്രഷൻസോ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. എന്ത് ചേഞ്ചസ് നിങ്ങൾ വരുത്തി കഴിഞ്ഞാലും അത് ഫോർമൽ പാരാമീറ്ററിൽ വരുത്തിയിരിക്കുന്ന ചേഞ്ചസ് ആക്ച്വൽ പാരാമീറ്ററിനെ ബാധിക്കില്ല കോൾ ബൈ വാല്യൂവിൽ. അതേസമയത്ത് കോൾ ബൈ റഫറൻസിൽ നിങ്ങൾ എന്തൊക്കെ ചേഞ്ചസ് ഫോർമൽ പാരാമീറ്റേഴ്സിൽ വരുത്തിയോ അതൊക്കെ ആക്ച്വൽ പാരാമീറ്റേഴ്സിലും റിഫ്ലക്റ്റ് ചെയ്യും. ഇത്രയും പോയിന്റ്സ് ആണ് കോൾ ബൈ വാല്യൂവും കോൾ ബൈ റഫറൻസും തമ്മിലുള്ളത്. ആ പോയിന്റുകളൊന്ന് ഓർത്ത് വെക്കുക. അതുപോലെ അടുത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യമാണ് ലോക്കൽ വേരിയബിൾസും ഗ്ലോബൽ വേരിയബിൾസും തമ്മിലുള്ള ഡിഫറൻസ്. അവിടെയും ഈ പോയിന്റുകൾ ടേബിൾ ഫോമിൽ ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഡിക്ലെയർഡ് വിത്തിൻ എ ഫംഗ്ഷൻ ഓർ ബ്ലോക്ക്, ഒരു ഫംഗ്ഷൻ അകത്ത് ഡിഫൈൻ ചെയ്യുന്ന വേരിയബിൾസ് ലോക്കൽ വേരിയബിൾസ്. എല്ലാ ഫംഗ്ഷനും പുറത്താണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ അത് ഗ്ലോബൽ വേരിയബിൾസ് ആയിരിക്കും. അവൈലബിൾ ഓൺലി വിത്തിൻ ദാറ്റ് ഫംഗ്ഷൻ ഓർ ബ്ലോക്ക്, ഏത് ഫംഗ്ഷനകത്താണോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആ ഫംഗ്ഷനകത്ത് മാത്രമേ അവൈലബിൾ ആയിരിക്കൂ ലോക്കൽ വേരിയബിൾ. വാട്ട് അബൌട്ട് ഗ്ലോബൽ വേരിയബിൾ? ഗ്ലോബൽ വേരിയബിൾ എന്ന് പറയുന്നത് എല്ലാ ഫംഗ്ഷൻ്റെയും പുറത്ത് ഡിഫൈൻ ചെയ്തുകൊണ്ട് തന്നെ എല്ലാ ഫംഗ്ഷൻ്റെയും പുറത്ത് അത് അവൈലബിൾ ആണ്. അകത്തും പുറത്തും എവിടെ വെച്ച് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ സാധിക്കും, അവൈലബിൾ ആണ്. മെമ്മറി അലോക്കേഷൻ എപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മുടെ ലോക്കൽ വേരിയബിൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലോക്കൽ വേരിയബിൾ മെമ്മറിയിൽ അലോക്കേറ്റ് ചെയ്യപ്പെടുന്നു. ഇനി ആ ഫംഗ്ഷൻ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ ആ മെമ്മറി റിലീസ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് ഗ്ലോബൽ വേരിയബിൾ? ഗ്ലോബൽ വേരിയബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഗ്ലോബൽ വേരിയബിളിന് വേണ്ടിയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നു. അതുപോലെ പ്രോഗ്രാം എക്സിക്യൂഷൻ ടെർമിനേറ്റ് ചെയ്യുന്നത് വരെ ഗ്ലോബൽ വേരിയബിൾ എവിടെ ഉണ്ടാകും? മെമ്മറിക്കകത്തുണ്ടാകും. ഓക്കെ, യെസ്. ഇനി അടുത്ത കേസിലേക്ക് നമുക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എക്സ്പ്ലെയിൻ ഗെറ്റസ് ആൻഡ് പുട്ടസ് ഫങ്ഷൻസ്. ഗെറ്റസ് എന്നുള്ള ഫംഗ്ഷനും പുട്ടസ് എന്നുള്ള ഫംഗ്ഷനും തമ്മിലുള്ള കമ്പാരിസൺ ആണ് ഒരു ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഗെറ്റസ് എന്നുള്ളത് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഡിവൈസ് ആയ കീബോർഡിലൂടെ ഒരു സ്ട്രിങ് നിങ്ങൾക്ക് ഇൻപുട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഗെറ്റസ് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഗെറ്റസ് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ വൈറ്റ് സ്പേസ് കൂടി പരിഗണിക്കും, വൈറ്റ് സ്പേസ് കൂടി റീഡ് ചെയ്യുന്നതാണ് ഗെറ്റസ് എന്നുള്ള ഫംഗ്ഷൻ. വാട്ട് അബൌട്ട് പുട്ടസ് ഫംഗ്ഷൻ? സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസ് ആയ മോണിറ്ററിലൂടെ നിങ്ങൾക്ക് ഒരു സ്ട്രിങ്ങിനെ ഡിസ്പ്ലേ ചെയ്യാനാണ് പുട്ടസ് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, char s1 10 hello, s2 10 strcpy s2, s1. strcpy means string copy. s2 s1 വാല്യൂ s1 സ്ട്രിങ് കോപ്പി ചെയ്യുക. അതായത് s2 ഹലോ എന്നുള്ള സ്ട്രിങ് കോപ്പി ചെയ്യപ്പെട്ട് കഴിഞ്ഞു. സി ഔട്ട് s2. വാട്ട് വിൽ ബി ദ ആൻസർ? ഹലോ എന്നായിരിക്കും ആൻസർ ഉണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. char s1 കമ്പ്യൂട്ടർ, char s2 ആപ്ലിക്കേഷൻ. സ്ട്രിങ് കോൺകാറ്റിനേഷൻ strcat s1, s2. s1ഉം s2ഉം കോൺകാറ്റിനേറ്റ് ചെയ്യുക, കമ്പൈൻ ചെയ്യുക, എന്നിട്ട് കിട്ടുന്ന റിസൾട്ടൻറ്റ് സ്ട്രിങ്ങിനെ s1 അസൈൻ ചെയ്യുക. അപ്പോൾ s1ഉം s2ഉം കമ്പ്യൂട്ടർ എന്നും ആപ്ലിക്കേഷൻ എന്നും രണ്ട് സ്ട്രിങ്ങുകളും കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് കിട്ടും. അത് s1 അസൈൻ ചെയ്തു. s1 ഇപ്പോൾ പുതിയ സ്ട്രിങ് എന്താണ്? കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. s2 സ്ട്രിങ് ഏതാണ്? s2 മാറ്റമില്ല, ആപ്ലിക്കേഷൻസ് എന്ന് തന്നെയാണ്. സോ സി ഔട്ട് s2 ആണ് ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ആൻസർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നല്ല, പകരം ആൻസർ ആപ്ലിക്കേഷൻസ് എന്ന് മാത്രമാണ്. കാരണം s2 ഇപ്പോഴും ആപ്ലിക്കേഷൻസ് എന്ന് തന്നെയാണ് സ്ട്രിങ് ആയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ്. ഇനീഷ്യലൈസ്ഡ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് ആർ കോൾഡ് ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ്. ഫോർമൽ ആർഗ്യുമെൻറ്റ്സിൽ ഇനീഷ്യൽ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് എന്നാണ് പറയുക. ഈ ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബേസ് ചെയ്തുകൊണ്ട് using this concept, write the function prototype and definition of a user defined function. ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ്റെ പ്രോട്ടോടൈപ്പും അതിൻ്റെ ഡെഫിനിഷനും എഴുതുക. ഫംഗ്ഷൻ്റെ പേര് സം എന്നാണ്. വിച്ച് ആക്സെപ്റ്റ്സ് 2 or 3 ഇൻറ്റിജർ നമ്പേഴ്സ് ആൻഡ് റിട്ടേൺ ദെയർ സം. അതായത് 2 or 3 ഇൻറ്റിജർ ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്തുകൊണ്ടുള്ള സം എന്നുള്ള പേരിലുള്ള ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സം
റിട്ടേൺ ചെയ്യുന്ന ഒരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫങ്ഷൻ പ്രോട്ടോടൈപ്പ് ഇൻറ്റ് സം ഇൻറ്റ് എന്നാണ്. കാരണം റിട്ടേൺ ടൈപ്പ് ഇൻറ്റിജർ ആയിരിക്കും. നെയിം ഓഫ് ദ ഫങ്ഷൻ സം എന്നാണ്. ആർഗ്യുമെൻറ്റ്സ് 3 ആർഗ്യുമെൻറ്റ്സ് ഇതിലോട്ട് പാസ് ചെയ്യാൻ 2 or 3 ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഡെഫിനേഷൻ നോക്കുക. ഇൻറ്റ് സം ഇൻറ്റ് എ ഇൻറ്റ് ബി ഇൻറ്റ് സി. ഇനി എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ആൻഡ് റിട്ടേൺ ദെയർ സം റിട്ടേൺ ചെയ്യണം. റിട്ടേൺ എ പ്ലസ് ബി പ്ലസ് സി 3 റിട്ടേൺ ചെയ്യുന്നു. അപ്പോൾ ഈ ഫങ്ഷൻസ് എന്നുള്ള ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ, മുൻ വർഷങ്ങളിൽ ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. എന്തായാലും വളരെ നന്നായിട്ട് എല്ലാവരും പരീക്ഷ എഴുതി നല്ല മാർക്ക് നേടി വിജയിക്കണമെന്ന് ആത്മാർത്ഥമായി ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. താങ്ക്സ്.